ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. പരിക്കേറ്റ നായകൻ മെസ്സിയുടെയും വിരമിച്ച ഏഞ്ചൽ ഡി മരിയയുടെയും അഭാവത്തിൽ കളത്തിലിറങ്ങിയ അർജന്റീന തകർപ്പൻ ജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് ചിലിയെ നേരിട്ട അർജന്റീന എതിരില്ലാത്ത 3 ഗോളുകളുടെ ജയമാണ് സ്വന്തമാക്കിയത്. സ്കലോണിക്ക് കീഴിൽ ലൗറ്റിയറോ മാർട്ടിനസ്, ജൂലിയൻ അൽവാരസ്, നിക്കോ ഗോൺസാലസ്, എൻസോ ഫെർണാണ്ടസ്, മക്കലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ, റഹേൽ മൊളീന, ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളാസ് ഒറ്റമെൻഡി, എമിലിയാനോ മാർട്ടിനസ് എന്നിവർ ആദ്യ ലെവലിലെത്തി. അർജന്റീന അവസരങ്ങൾ ഒരുക്കിയെങ്കിലും ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ജൂലിയൻ അൽവാരസിന്റെ അസിസ്റ്റിൽ മക്കലിസ്റ്റർ അർജന്റീനയ്ക്ക് ആദ്യ ലീഡ് നൽകി. 84-ാം മിനിറ്റിൽ ലൊസെൽസോയുടെ അസിസ്റ്റിൽ ജൂലിയൻ അൽവാരസ് അർജന്റീനയുടെ ലീഡ് ഇരട്ടിയാക്കി. ഇഞ്ചുറി ടൈമിൽ പകരക്കാരായി എത്തിയ ഗർനാച്ചോയുടെ അസിസ്റ്റിൽ പൗളോ ഡിബാല അർജന്റീനയുടെ 3ാം ഗോളും കുറിച്ച് വിജയം ഉറപ്പാക്കി. മെസ്സിയുടെ അഭാവത്തിൽ ഡിബാലയായിരുന്നു അർജന്റീനയുടെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞിരുന്നത്. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 65% ബോൾ പൊസിഷൻ അർജന്റീനയ്ക്കായിരുന്നു. 16 ഷോട്ടുകളാണ് അർജന്റീന തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 642 പാസുകൾ 89% കൃത്യതയോടെ അർജന്റീന പൂർത്തിയാക്കി. 5 ഷോട്ടുകളാണ് ചിലെ തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. 341 പാസുകൾ 75% കൃത്യതയോടെ ചില പൂർത്തിയാക്കി. ജയത്തോടെ ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ പട്ടികയിൽ അർജന്റീന 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 7 കളികളിൽ 18 പോയിന്റാണ് അർജന്റീനയ്ക്കുള്ളത്. ചിലെ 5 പോയിന്റുമായി 9ാം സ്ഥാനത്താണ്. സെപ്റ്റംബർ 11 കൊളംബിയയ്ക്കെതിരായാണ് അർജന്റീനയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.